ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മോഡൽ പേപ്പറാണ്. അതായത് 10th പ്രിലിംസ് എക്സാം, കമ്പനി ബോർഡ്, LGS എന്നീ എക്സാമുകളുടെ ഒരു മോഡൽ പേപ്പറാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് തൊഴിൽ വാർത്തയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ മാക്സിമം മോഡൽ പേപ്പേഴ്സ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലെ തന്നെ ഒരു മോഡൽ പേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം ഒരു 3-4 മാസം മുമ്പാന്ന് തോന്നുന്നു 10th പ്രിലിംസിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ ഉണ്ട് കേട്ടോ, പ്ലേലിസ്റ്റ് ഉണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ അതിൽ മോഡൽ പേപ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങൾ ഇനി അധികം ദിവസമില്ല. അപ്പോൾ അതിനാൽ തന്നെ നമുക്ക് മാക്സിമം മോഡൽ പേപ്പേഴ്സ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് 3ാമത്തെ മോഡൽ പേപ്പറാണ് കേട്ടോ. അപ്പോൾ എത്രയാണ് മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വരുന്നത് 76 മാർക്കാണ്. 76 മാർക്കും നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും 10th പ്രിലിംസ് പാസ്സായിരിക്കും, ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ 10th പ്രിലിംസ് എക്സാം, കമ്പനി ബോർഡ് LGS എക്സാം, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ SCRT ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലാസ്സുകളും തരുന്നുണ്ട്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT ക്ലാസ്സുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സബ്ജക്റ്റ് വൈസ് ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കാണാൻ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ റേറ്റ് വാരി വ്യവസ്ഥ. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ റേറ്റ് വാരി വ്യവസ്ഥ. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ മഹൽ വാരി വ്യവസ്ഥ. ഇതിൽ നമുക്ക് ചോദിച്ചിരിക്കുന്ന ശരിയായ പ്രസ്താവനയാണ് ഏതാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ദാദാഭായ് നൗറോജി. നെക്സ്റ്റ്: ഏത് ഗവർണർ ജനറലാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്? ഏത് ഗവർണർ ജനറലാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്? ആൻസർ ഓപ്ഷൻ ബി, ഡൽഹൌസി പ്രഭു. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു നാനാ സാഹിബ്. ശരിയാണോ? അല്ല അല്ലേ, തെറ്റാണ്. ഓക്കെ, 1857 ലക്നൌവിൽ ബഹദൂർ ഷാ രണ്ടാമനാണെന്ന് പറഞ്ഞു, അതും തെറ്റാണ്. നാനാ സാഹിബ് എവിടെയാണ്? നാനാ സാഹിബ് താന്തിയ തോപ്പിക്ക് എവിടെയാണ് വരുന്നത്? കമൻറ്റ് ചെയ്യട്ടോ. നമ്മൾ 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് വരുന്ന PVQ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട SCRT ചാപ്റ്റേഴ്സ്, ഇന്ത്യ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട SCRT ചാപ്റ്റേഴ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1857 വിപ്ലവം എപ്പോഴും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വരുന്നുണ്ട്. അതിനാൽ തന്നെ നമ്മൾ പഴയ SCRTയും പുതിയ SCRTയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ ഒരു ക്ലാസ്. 1857 കലാപം വരുന്ന SCRT ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് കഴിഞ്ഞ SCRT ഓൾഡ് SCRTയും അതുപോലെ തന്നെ ന്യൂ SCRTയും കൂടി എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ക്ലാസ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അത് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് ആ ഒരു ഭാഗത്ത് നന്നായി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഗാന്ധിജിയും സമര രീതിയും എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതും നമ്മൾ പഴയ SCRTയും പുതിയ SCRTയും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പ്ലസ് നമ്മൾ ഈ ഒരു SCRT ടെക്സ്റ്റ് ബുക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ കഴിഞ്ഞ ക്ലാസ് ഒന്ന് പോയി കാണാം. ഓക്കെ, അപ്പോൾ ലക്നൌവിൽ ബഹദൂർ ഷാ രണ്ടാമൻ തെറ്റാണല്ലേ, ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹിയിലാണ്. ഓക്കെ, 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു താന്തിയ തോപ്പി, അതും തെറ്റാണ്. ലക്നൌവിലെ നേതാവ് ആരാണ്? 1857 വിപ്ലവത്തിലെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ, ബീഗം ഹസ്രത്ത് മഹൽ. അതാണ് ശരിയായ പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ പൗരത്വം നേടാനുള്ള മാർഗങ്ങളേവ? ഇന്ത്യയിൽ പൗരത്വം നേടാനുള്ള മാർഗങ്ങളേവ? ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖാന്തരമുള്ള പൗരത്വം, ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം. ആൻസർ ഓപ്ഷൻ ഡി, 1, 2, 3, 4. ഈ പറഞ്ഞതെല്ലാം എന്താണ്? പൗരത്വം നേടാനുള്ള മാർഗങ്ങളാണ്. 5 വിധേനയാണ് പൗരത്വം നേടുന്നത് അല്ലേ, 3 വിധേനയാണ് നഷ്ടപ്പെടുന്നത്. നഷ്ടപ്പെടുന്ന മാർഗങ്ങൾ ഏതൊക്കെയായിരുന്നു? പരിത്യാഗം, നിർത്തലാക്കൽ, പൗരത്വ അപഹരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ:
ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്? ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്? ആൻസർ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം അറിയപ്പെടുന്നത് ഡേഷ് എന്ന പേരിലാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവിന് ഉള്ള രാജ്യം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ആൻസർ ഓപ്ഷൻ ബി റിപ്പബ്ലിക്. ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി നിർദ്ദേശക തത്വങ്ങളിൽ. ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മൗലികാവകാശം ഭാഗം 1 ഉൾപ്പെടുത്തിയിരിക്കുന്നു. തെറ്റാണ്. മൗലികാവകാശങ്ങൾ ഭാഗം 2 ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതും തെറ്റാണ്. മൗലികാവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ശരിയായ പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി വിദ്യാഭ്യാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് കമ്മീഷനെയാണ് മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ചത്? ഏത് കമ്മീഷനെയാണ് മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ചത്? ആൻസർ ഓപ്ഷൻ എ വില്യം ലോഗൻ കമ്മീഷൻ. കുറിച്യ കലാപത്തിൻ്റെ നേതൃസ്ഥാനം ആർക്കായിരുന്നു? കുറിച്യ കലാപത്തിൻ്റെ നേതൃസ്ഥാനം ആർക്കായിരുന്നു? ആൻസർ ഓപ്ഷൻ സി രാമൻ നമ്പി. സർവവിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ആരെയാണ്? സർവവിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. ഏത് പത്രമാണ് സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെട്ടിരുന്നത്? ഏത് പത്രമാണ് സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെട്ടിരുന്നത്? ആൻസർ ഓപ്ഷൻ സി മിതവാദി. കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവാരാണ്? കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവാരാണ്? ആൻസർ ഓപ്ഷൻ ബി അയ്യങ്കാളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ ഡി സിംഗപ്പൂർ. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് തങ്ങളുടെ പൗരന്മാരെ ഇസ്രായേലിൽ നിന്നും കൊണ്ടുവരാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് തങ്ങളുടെ പൗരന്മാരെ ഇസ്രായേലിൽ നിന്നും കൊണ്ടുവരാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ ഓപ്പറേഷൻ അജയ്. തന്നിരിക്കുന്നവയിൽ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹിക നീതി, തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച എന്നീ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയത്? തന്നിരിക്കുന്നവയിൽ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹിക നീതി, തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച എന്നീ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയത്? ആൻസർ ഓപ്ഷൻ എ 9ാം പഞ്ചവത്സര പദ്ധതി. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏത് കടലിടുക്കാണ് ഇറാൻ തങ്ങളുടെ സൗഹൃദ രാജ്യങ്ങൾക്ക് മാത്രമായി തുറന്നു നൽകിയത്? ഏത് കടലിടുക്കാണ് ഇറാൻ തങ്ങളുടെ സൗഹൃദ രാജ്യങ്ങൾക്ക് മാത്രമായി തുറന്നു നൽകിയത്? ആൻസർ ഓപ്ഷൻ ഡി ഹോർമൂസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏത്? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണം. ശരിയല്ലാത്ത പ്രസ്താവന. സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 നിലവിൽ വന്നു.
ശരിയാണ്. MN ഗുൻസ്രു ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. തെറ്റാണ്. അധ്യക്ഷൻ ആരാണ്? ഫസൽ അലിയാണ് അല്ലേ? ഫസൽ അലിയാണ്. ഓക്കെ. മലയാളിയായ KM പണിക്കർ ഇതിൽ അംഗമായിരുന്നു. ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം തെറ്റായ പ്രസ്താവന. വിഴിഞ്ഞം, വിശാഖപട്ടണം, കാണ്ടില, മംഗലാപുരം ഈ തുറമുഖങ്ങളിൽ ഒറ്റപ്പെട്ടത് ഏത്? വിഴിഞ്ഞം, വിശാഖപട്ടണം, കാണ്ടില, മംഗലാപുരം. ആൻസർ ഓപ്ഷൻ ബി വിശാഖപട്ടണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബക്രാനങ്കൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ബക്രാനങ്കൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? വൈദ്യുത ഉൽപ്പാദനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത്. തെറ്റാണ്. സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. ജലസേചനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത്. ജലസേചനത്തിന് വേണ്ടി മാത്രം, അതും തെറ്റാണ്. വിവിധ ഉദ്ദേശ പദ്ധതിയാണ്, അത് ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി 2ഉം 4ഉം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്ന് രാജ്യസഭാംഗമായ മേനക ഗുരുസ്വാമി ഏത് സംസ്ഥാനത്ത് നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്ന് രാജ്യസഭാംഗമായ മേനക ഗുരുസ്വാമി ഏത് സംസ്ഥാനത്ത് നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ഡി പശ്ചിമ ബംഗാൾ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത്? ആൻസർ ഓപ്ഷൻ സി ജീവൻ രക്ഷാ പതക്. ജീവൻ രക്ഷാ പതക്. ഏത് നദിയിലാണ് നിസാം സാഗർ നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയിലാണ് നിസാം സാഗർ നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ഗോദാവരി. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി തൂത്തുക്കുടി. ചുവടെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയിലെ ഏത് പീഠഭൂമിക്കാണ് ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ചത്? ചുവടെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയിലെ ഏത് പീഠഭൂമിക്കാണ് ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ബി ഡെക്കാൻ പീഠഭൂമി. ഏത് ചുരമാണ് ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നത്? ഏത് ചുരമാണ് ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ബാരാലാച്ല ചുരം. ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ 82 പൂർവ്വ രേഖാംശം. ഇന്ത്യൻ ഭരണഘടനയിൽ സഹകരണ സംഘം എന്ന വാക്ക് കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ സഹകരണ സംഘം എന്ന വാക്ക് കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ആൻസർ ഓപ്ഷൻ എ 97 ഭേദഗതി. പ്രാചീന കാലത്ത് പെരിഞ്ചെല്ലൂർ എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ പ്രദേശം. പ്രാചീന കാലത്ത് പെരിഞ്ചെല്ലൂർ എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ പ്രദേശം. ആൻസർ ഓപ്ഷൻ എ തളിപ്പറമ്പ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? ആൻസർ ഓപ്ഷൻ ഡി സുൽത്താൻ ബത്തേരി. തന്നിരിക്കുന്നതിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം ഏതാണ്? തന്നിരിക്കുന്നതിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം. താഴെ പറയുന്നതിൽ ഏത് വിളയുടെ ഉൽപ്പാദനത്തിലാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്? ആൻസർ ഓപ്ഷൻ എ കാപ്പി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
1759 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? 1759 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി, ആലപ്പുഴ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപവൽക്കരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? മലയാളം സംസാരിക്കുന്നവരെ ഉൾപ്പെടുത്തി കേരളം രൂപവൽക്കരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, 1.25 കോടി മലയാളികൾ. താഴെ പറയുന്നതിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ്? ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ശരിയാണ്. ഇരവിക്കുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശം ശരിയാണ്. കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു തെറ്റ്. ഏകദേശം 2695 മീറ്റർ ഉയരം ശരി. കേരളത്തിലെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? കേരളത്തിലെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ, കോതമംഗലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, അമേരിക്ക. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ? കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ? ഇപ്പോഴത്തെ 2026 മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൗശികൻ. കൗശികൻ ഓപ്ഷനിലില്ല, കൗശികൻ കേട്ടോ, കൗശികൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, HDFC. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള അവാർഡ് നേടിയത്? 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള അവാർഡ് നേടിയത്? ആൻസർ ഓപ്ഷൻ ബി, മമ്മൂട്ടി. 2026 2020 ക്രിക്കറ്റ് ലോകകപ്പ് ടൂർണമെൻറ്റിൻ്റെ മികച്ച താരമായി മലയാളിയായ സഞ്ജു സാംസൺ തിരഞ്ഞെടുക്കപ്പെട്ടു. ടൂർണമെൻറ്റിലെ തൻ്റെ ഉയർന്ന സ്കോർ ഏത് രാജ്യത്തിനെതിരെയാണ് അദ്ദേഹം നേടിയത്? 2026 2020 ക്രിക്കറ്റ് ലോകകപ്പ് ടൂർണമെൻറ്റിൻ്റെ മികച്ച താരമായി മലയാളിയായ സഞ്ജു സാംസൺ തിരഞ്ഞെടുക്കപ്പെട്ടു. ടൂർണമെൻറ്റിലെ തൻ്റെ ഉയർന്ന സ്കോർ ഏത് രാജ്യത്തിനെതിരെയാണ് അദ്ദേഹം നേടിയത്? ആൻസർ ഓപ്ഷൻ സി, വെസ്റ്റ് ഇൻഡീസ്. ലോക നാട്ടറിവ് ദിനം? ലോക നാട്ടറിവ് ദിനം? ആൻസർ ഓപ്ഷൻ എ, ഓഗസ്റ്റ് 22. ഓഗസ്റ്റ് 22. ആരവല്ലി പർവ്വതനിരകളിലെ സുഖവാസ കേന്ദ്രമായ മൗണ്ട് അബുവിൻ്റെ പുതിയ പേര്? ആരവല്ലി പർവ്വതനിരകളിലെ സുഖവാസ കേന്ദ്രമായ മൗണ്ട് അബുവിൻ്റെ പുതിയ പേര്? ആൻസർ ഓപ്ഷൻ സി, അബുരാജ്. 2026 മികച്ച സിനിമയ്ക്കുള്ള 98ാം ഓസ്കാർ അവാർഡ് പോൾ തോമസ് ആൻഡേഴ്സൺ സംവിധാനം ചെയ്ത വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ആരാണ്? മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം 98ാം ഓസ്കാർ പുരസ്കാരം 2026 നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മൈക്കിൾ ബി ജോർദൻ. രണ്ടാം പിണറായി സർക്കാരിൽ ധനകാര്യ വകുപ്പിൻ്റെ മന്ത്രിയാണ് KN ബാലഗോപാൽ. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? കൊട്ടാരക്കരയായിരുന്നു അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരത്തിന് അർഹനായ N പ്രഭാകരൻ്റെ കൃതി? 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരത്തിന് അർഹനായ N പ്രഭാകരൻ്റെ കൃതി? ആൻസർ ഓപ്ഷൻ എ, മായാമനുഷ്യർ. 2028 ലോക ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? 2028 ലോക ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇന്ത്യ. ശതകോടീശ്വരനായ ഇലോൺ മസ്ക് സ്ഥാപിച്ച ഏത് കമ്പനിയാണ് മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ചത്?
ശതകോടീശ്വരനായ ഇലോൺ മസ്ക് സ്ഥാപിച്ച ഏത് കമ്പനിയാണ് മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ചത്? ആൻസർ ഓപ്ഷൻ എ ന്യൂറാലിങ്ക്. 2025 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവെള്ളം തുഴയുന്ന കാക്ക തമ്പുരാട്ടി പക്ഷിക്ക് നൽകിയ പേര്? 2025 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവെള്ളം തുഴയുന്ന കാക്ക തമ്പുരാട്ടി പക്ഷിക്ക് നൽകിയ പേര്? ആൻസർ ഓപ്ഷൻ സി കാത്തു. സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ഫോർവേഡ് ബ്ലോക്കിൻ്റെ കേരള ഘടകത്തിൻ്റെ അധ്യക്ഷനായത് താഴെ പറയുന്നവരിൽ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ഫോർവേഡ് ബ്ലോക്കിൻ്റെ കേരള ഘടകത്തിൻ്റെ അധ്യക്ഷനായത് താഴെ പറയുന്നവരിൽ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെട്ടത്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ എ മൊയ്യാരത്ത് ശങ്കരൻ. കുട്ടൻ നായർ, കൃഷ്ണൻ നായർ, കുഞ്ഞുരാമൻ നായർ, GP നായർ എന്നിവരുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏത്? കുട്ടൻ നായർ, കൃഷ്ണൻ നായർ, കുഞ്ഞുരാമൻ നായർ, GP നായർ പങ്കെടുത്ത പ്രക്ഷോഭം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 1921 തിരുവിതാംകൂർ വിദ്യാർത്ഥി പ്രക്ഷോഭം. തിരുവിതാംകൂർ വിദ്യാർത്ഥി പ്രക്ഷോഭം. ഏത് നഗരത്തിൽ വെച്ചാണ് 1941 ഫെബ്രുവരി 9 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന സംഘടന ഉദ്ഘാടനം ചെയ്തത്? ഏത് നഗരത്തിൽ വെച്ചാണ് 1941 ഫെബ്രുവരി 9 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന സംഘടന ഉദ്ഘാടനം ചെയ്തത്? ആൻസർ ഓപ്ഷൻ സി തൃശ്ശൂർ. 1926 നടന്ന ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? 1926 നടന്ന ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ മുത്തുസ്വാമി. പട്ടിക 1 പട്ടിക 2 ചേരുംപടി ചേർക്കുക. ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും. ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും. വാഗ്ഭടാനന്ദൻ. കൈരളി കൗതുകം. കൈരളി കൗതുകം. പണ്ഡിറ്റ് KP കറുപ്പൻ. കറുപ്പൻ. കൈരളി കൗതുകം കറുപ്പൻ. ഭാര്യാധർമ്മം. ഭാര്യാധർമ്മം. K രാമകൃഷ്ണപിള്ള. റാണി സന്ദേശം. സഹോദരൻ അയ്യപ്പൻ. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും. ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും വാഗ്ഭടാനന്ദൻ. കൈരളി കൗതുകം KP കറുപ്പൻ. ഭാര്യാധർമ്മം K രാമകൃഷ്ണപിള്ള. റാണി സന്ദേശം സഹോദരൻ അയ്യപ്പൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. പ്രസ്താവന 1. മൈസൂർ നാട്ടുരാജ്യത്തെ സർക്കാർ സർവീസിലാണ് ഡോക്ടർ പൽപു സേവനമനുഷ്ഠിച്ചത്. ശരിയാണ്. മൈസൂർ നാട്ടുരാജ്യത്തെ സർക്കാർ സർവീസിലാണ് ഡോക്ടർ പൽപു സേവനമനുഷ്ഠിച്ചത്. രണ്ടാമത്തെ പ്രസ്താവന. ഡോക്ടർ പൽപു ജാതീയമായ വിവേചനങ്ങളെക്കുറിച്ച് തിരുവിതാംകോട്ടെ തീയൻ എന്ന പേരിൽ ലേഖനം എഴുതിയത് മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന പത്രത്തിലാണ്. അത് തെറ്റാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1 ശരി, 2 തെറ്റ്. ആര് പത്രാധിപരായിരിക്കെയാണ് കുമാരനാശാൻ്റെ വീണപ്പൂവ് മിതവാദിയിൽ പ്രസിദ്ധീകരിച്ചത്? ആര് പത്രാധിപരായിരിക്കെയാണ് കുമാരനാശാൻ്റെ വീണപ്പൂവ് മിതവാദിയിൽ പ്രസിദ്ധീകരിച്ചത്? ആൻസർ ഓപ്ഷൻ ബി മൂർക്കോത്ത് കുമാരൻ. താപനില വർദ്ധിക്കുമ്പോൾ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റിക്ക് എന്ത് വ്യത്യാസം സംഭവിക്കുന്നു? താപനില വർദ്ധിക്കുമ്പോൾ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റിക്ക് എന്ത് വ്യത്യാസമാണ് സംഭവിക്കുന്നത്? ആൻസർ ഓപ്ഷൻ
സി ആണ്, കുറയുന്നു. വൈദ്യുത രാസസെല്ല് കണ്ടുപിടിച്ചതാര്? വൈദ്യുത രാസസെല്ല് കണ്ടുപിടിച്ചതാര്? ആൻസർ ഓപ്ഷൻ സി, അലസാൻഡ്രോ വോൾട്ട. കുടലിന് ശരിയായി എന്ത് ആഗിരണം ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് വിനാശകരമായ അനീമിയ ഉണ്ടാകുന്നത്? കുടലിന് ശരിയായ എന്ത് ആഗിരണം ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് വിനാശകരമായ അനീമിയ ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ ബി, വൈറ്റമിൻ B12. സങ്കരയിനം തക്കാളി അല്ലാത്തതേത്? സങ്കരയിനം തക്കാളി അല്ലാത്തതേത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹരിത. സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? ആൻസർ ഓപ്ഷൻ ബി, വൈറ്റമിൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഉരസൽ മൂലം വൈദ്യുതീകരിക്കാനാകാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഉരസൽ മൂലം വൈദ്യുതീകരിക്കാനാകാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ഹാക്സോ ബ്ലേഡ്. നെക്സ്റ്റ്. വിവിധ വസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകളുടെ പട്ടിക ചുവടെ നൽകിയിട്ടുള്ളതിൽ ശരിയല്ലാത്ത ജോഡി ഏത്? മോര് ലാക്റ്റിക് ആസിഡ്, ശരിയാണ്. വിനാഗിരി അസറ്റിക് ആസിഡ്, ശരിയാണ്. പുളി മാലിക് ആസിഡ്, പുളി ടാർട്ടാറിക് ആസിഡ് ആണ് അല്ലേ? മാലിക് ആസിഡ് ആപ്പിളിൻ്റെയാണ്, അപ്പോൾ അതാണ് തെറ്റായിട്ട് വന്നത്. നാരങ്ങ സിട്രിക് ആസിഡ്, ശരിയാണ്. താഴെ പറയുന്നതിൽ പാസ്കൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണം ഏത്? പാസ്കൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണം ഏത്? ആൻസർ ഓപ്ഷൻ സി, ഹൈഡ്രോളിക് ബ്രേക്ക്. തലച്ചോറിനെ പൊതിയുന്ന പാടകൾക്കുണ്ടാകുന്ന രോഗാണുബാധ. തലച്ചോറിനെ പൊതിയുന്ന പാടകൾക്കുണ്ടാകുന്ന രോഗാണുബാധ. ആൻസർ ഓപ്ഷൻ സി, മെനിഞ്ചൈറ്റിസ്. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം. ആൻസർ ഓപ്ഷൻ ഡി, ദക്ഷിണാഫ്രിക്ക. ഇനി പറയുന്ന വിറ്റാമിനുകളിൽ ഏതാണ് അലിസൈക്ലിക് സീരീസിലെ വൈറ്റമിൻ? വൈറ്റമിൻ ഏതാണ്? അലിസൈക്ലിക് സീരീസിലെ വൈറ്റമിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, വൈറ്റമിൻ എ. ചുവടെ പറയുന്നതിൽ മൃദുലോഹം അല്ലാത്തത് ഏത്? മൃദുലോഹം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, നിക്കൽ. OTEC പ്ലാന്റുകളിൽ ഊർജോൽപാദനത്തിന് ആശ്രയിക്കുന്നത് എന്ത്? OTEC പ്ലാന്റുകളിൽ ഊർജോൽപാദനത്തിന് ആശ്രയിക്കുന്നത് എന്ത്? ആൻസർ ഓപ്ഷൻ എ, സമുദ്ര താപോർജ്ജം. ഖരാവസ്ഥയിലുള്ള സ്നേഹകം ഏത്? ഖരാവസ്ഥയിലുള്ള സ്നേഹകം ഏത്? ആൻസർ ഓപ്ഷൻ സി, ഗ്രാഫൈറ്റ്. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ്. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ്. ആൻസർ ഓപ്ഷൻ എ, ആംപിയർ. ചെള്ളുകൾ പരത്തുന്ന രോഗം ഏത്? ചെള്ളുകൾ പരത്തുന്ന രോഗം. ആൻസർ ഓപ്ഷൻ ബി, ടൈഫസ് പനി. കാപ്പിലറി കുഴലുകളിലൂടെയുള്ള ദ്രാവകത്തിൻ്റെ കേശിക ഉയർച്ചയ്ക്ക് കാരണമായതെന്ത്? കാപ്പിലറി കുഴലുകളിലൂടെയുള്ള ദ്രാവകത്തിൻ്റെ കേശിക ഉയർച്ചയ്ക്ക് കാരണമായതെന്ത്? ആൻസർ ഓപ്ഷൻ സി, പ്രതലബലം. യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത് ഏത് മൂലകങ്ങൾ കൂടുമ്പോഴാണ്? യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത് ഏത് മൂലകങ്ങൾ കൂടുമ്പോഴാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം, ഫോസ്ഫറസും നൈട്രജനും. നൈട്രജൻ, ഫോസ്ഫറസ്. ഏതാനും താപപ്രേഷണ രീതികൾ ചൂടി നൽകുന്നു. തീ കായുമ്പോൾ ചൂട് ലഭിക്കുന്നത്. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത്. സൂര്യതാപം ഭൂമിയിലെത്തുന്നത്. ലോഹത്തിലെ താപപ്രസരണം. വികിരണത്തിലൂടെയുള്ള താപപ്രസരണത്തിന് ഉദാഹരണങ്ങളേവ? വികിരണത്തിലൂടെയുള്ള താപപ്രസരണത്തിന് ഉദാഹരണങ്ങളേവ? ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം 3ഉം, ശരി. തീ കായുമ്പോൾ ചൂട് ലഭിക്കുന്നു. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നു. സൂര്യതാപം ഭൂമിയിലെത്തുന്നു. ഇവയെല്ലാം വികിരണങ്ങൾക്ക് എക്സാമ്പിളാണ്. വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം. വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം. ആൻസർ ഓപ്ഷൻ എ ആണ്, സുരക്ഷാ ഫ്യൂസ്. നെക്സ്റ്റ്. താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത്? മാത്സ് ആണ്. ആൻസർ ഓപ്ഷൻ
ബി ആണ് വരിക. അതായത് 1നും 20നും ഇടയിലെ അഭാജ്യ സംഖ്യകളുടെ ശരാശരി 10.5 ആണ്. അതുപോലെ തന്നെ അത് തെറ്റാണ് കേട്ടോ. അഭാജ്യ സംഖ്യകളുടെ ശരാശരി 10.5 എന്ന് പറയുന്നത് തെറ്റാണ്. 1 മുതൽ 20 വരെയുള്ള അഭാജ്യ സംഖ്യ നോക്കാം. 2, 3, 5, 7, 11, 13, 17, 19 ബൈ 8 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 9.625 ആണ്. അപ്പോൾ തെറ്റാണ്. നെക്സ്റ്റ് 15ൻ്റെ ആദ്യത്തെ 11 ഗുണിതങ്ങളുടെ ശരാശരി 105 ആണ്. അപ്പോൾ നമ്മൾ 11 ഗുണിതങ്ങൾ എടുക്കുക, എന്നിട്ട് നടക്കുന്ന സംഖ്യ നോക്കിയാലും മതി ശരാശരി കാണുന്നതിനായിട്ട്. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? കിട്ടുന്നത് 90 ആണ് വരിക കേട്ടോ. 90 ആണ് വരിക. അപ്പോൾ അതും തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അതിൽ തന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ ശരാശരി 11 ആണ്. അത് ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒരു പുസ്തക മേളയുടെ പ്രദർശനത്തിന് കുട്ടികൾക്ക് 20 രൂപയും മുതിർന്നവർക്ക് 50 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. 80 പേർക്ക് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ 2800 രൂപ കിട്ടിയെങ്കിൽ ആകെ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു? അപ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം എക്സ് ഇട്ട് കൊടുക്കുക. നമ്മൾ പറഞ്ഞു ആകെ ആൾക്കാർ എന്ന് പറയുന്നത് എത്രയാണ്? 80 പേരാണ്. അപ്പോൾ 80 മൈനസ് എക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മുതിർന്നവരെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ? 80 മൈനസ് എക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുതിർന്നവരെ കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുക. അതായത് 20 എക്സ് പ്ലസ് കുട്ടികൾ 20 എക്സ് പ്ലസ് മുതിർന്നവർ നമ്മൾ പറഞ്ഞു 80 മൈനസ് എക്സ് ചെയ്താൽ മതി. ഇവർക്ക് എത്രയാണ്? 50 രൂപയാണ് വരുന്നത്. അപ്പോൾ 50 × 80 മൈനസ് എക്സ് ഈക്വൽ ടു 2800 ഇട്ട് കൊടുത്ത് എക്സിൻ്റെ വാല്യൂ കണ്ടാൽ മതി. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. 40 ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികൾ എക്സ് ആണ്, ആകെ ആൾക്കാർ 80 ആണ്. മുതിർന്നവരെ കണ്ടുപിടിക്കുന്നതിനായിട്ട് 80 മൈനസ് എക്സ് ചെയ്യാം. പിന്നെ 20 നമ്മൾ ടോട്ടൽ ചെയ്യാണ്. അപ്പോൾ നമുക്കറിയാം 20 ആണ് കുട്ടികൾക്ക് വരുന്നത്. അപ്പോൾ 20 എക്സ് പ്ലസ് 50 × 80 മൈനസ് എക്സ് ഈക്വൽ എത്രയാണ്? 2800 കിട്ടി. അപ്പോൾ കുട്ടികളുടെ എണ്ണം എത്ര കിട്ടി? 40 കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു സ്കൂളിൽ നടത്തിയ പരീക്ഷയിൽ 70% സയൻസിന് ജയിച്ചു, 65% ഹിന്ദിക്ക് ജയിച്ചു, 27% രണ്ടിനും തോറ്റു. 248 പേർ സയൻസിനും ഹിന്ദിക്കും ജയിച്ചെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. എല്ലാം ശരിയാണ്. സയൻസിനും ഹിന്ദിക്കും ജയിച്ചവരുടെ ശതമാനം 62 ആണ്. ആ പരീക്ഷ എഴുതിയ ആകെ കുട്ടികളുടെ എണ്ണം 400 ആണ്. ഓക്കെ, അപ്പോൾ രണ്ടിനും ജയിച്ചവരുടെ ശതമാനമാണ് ബി എന്നിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 70 സയൻസ്, ഹിന്ദി 65 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പ്ലസ് എത്രയാണ്? 27 ആണ് രണ്ടിലും പെട്ടവർ അല്ലേ? -100 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. 62% എന്നുള്ളത് കിട്ടും. അതായത് ആകെ എണ്ണ ഉണ്ടല്ലോ, ആകെ എണ്ണത്തിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ആകെ എണ്ണത്തിൽ നിന്ന് 100 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സയൻസിനും ഹിന്ദിക്കും ജയിച്ചവരുടെ ശതമാനം കിട്ടും. നെക്സ്റ്റ് ആ പരീക്ഷ എഴുതിയ ആകെ കുട്ടികളുടെ എണ്ണം 400 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 62% നമുക്ക് കിട്ടുന്നത് അല്ലേ? സയൻസിനും ഹിന്ദിക്കും ജയിച്ചവർ 62% ആ 62% എന്തെന്ന് പറയുന്നത്? 248 എന്ന് പറയുന്നത് അല്ലേ? 248 എന്ന് പറയുന്നത് 62%. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 400 എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ബോട്ടിൻ്റെ ഒഴുക്കിന് അനുകൂലമായ വേഗം 24 km/h ഒഴുക്കിനെതിരായ വേഗം 16 km/h ആയാൽ നിശ്ചല ജലത്തിലെ വേഗം എത്രയാണ്? 2xy/x+y ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഒഴുക്കിന് അനുകൂലമായ വേഗം പ്ലസ് ഒഴുക്കിനെതിരായ വേഗം /2 ചെയ്യുകയാണെങ്കിൽ 20 km/h എന്നുള്ള ഇത് നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? രഘു തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് 40 km/h വേഗത്തിൽ സഞ്ചരിക്കുകയും തിരിച്ചു വരുമ്പോൾ 50% വേഗം കൂട്ടുകയും ചെയ്തു എങ്കിൽ ആകെ ശരാശരി വേഗം എത്രയാണ്?
അത് നമുക്ക് ശരാശരി വേഗത കണ്ടുപിടിച്ചാൽ 2xy/x+y ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? രണ്ട് ഇൻറ്റു 40 ഇൻറ്റു 60/100 ചെയ്താൽ മതി. എക്സ് എന്ന് പറയുന്നത് നമ്മൾ 40 എടുക്കണം. വൈ എന്ന് പറയുന്നത് 40 + 40 ഇൻറ്റു 50/100, അതായത് വേഗം കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ ചെയ്യണം. നെക്സ്റ്റ് അപ്പോൾ ആൻസർ എത്രയാണ് വരിക? ഓപ്ഷൻ ഡി ആണ് 48. താഴെ തന്നിട്ടുള്ള സമവാക്യത്തിൻ്റെ അതേ രീതിയിൽ സംഖ്യകൾ ക്രിയേറ്റ് ചെയ്യുക. a × b = a + b - ab. അപ്പോൾ ജസ്റ്റ് 8ഉം 5ഉം ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 43. ഒരു യാത്രയിൽ ഒരു ബസ് ആദ്യത്തെ 5 മണിക്കൂർ സമയം 60 km/h വേഗത്തിലും ശേഷിക്കുന്ന 3 മണിക്കൂർ സമയം 52 km/h വേഗത്തിലും സഞ്ചരിച്ചാൽ ബസ്സിൻ്റെ ശരാശരി വേഗം കാണുന്നതിനായിട്ട്, ശരാശരി വേഗം എങ്ങനെ കാണാം? ആകെ സഞ്ചരിച്ച ദൂരം ബൈ ആകെ സമയമല്ലേ. അപ്പോൾ ചെയ്ത് കണ്ടുപിടിക്കുക. ആൻസർ വരുന്നത് 57 ആണ്. ഇനി വില കാണുക. റൂട്ടിനുള്ളിലെ വാല്യൂസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 1.718. 10 പേർ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ശരാശരി പ്രായം 68 ആണ്. ഒരാൾ ഗ്രൂപ്പ് വിട്ടു പോകുമ്പോൾ ശരാശരി പ്രായം 67 കുറയുന്നുവെങ്കിൽ പോയ ആളുടെ പ്രായം എത്രയാണ്? ഓപ്ഷൻ എ ആണ് 77 ആണ് വരിക. 10 പേരുടെ പ്രായം 68 × 10 ചെയ്യുക. എന്നിട്ട് 68 × 10 ചെയ്യുമ്പോൾ 680. ഒരാൾ പോകുമ്പോൾ 67 × 9 ചെയ്യുക, 603 കിട്ടും. അത് രണ്ടും മൈനസ് ചെയ്താൽ മതി. രണ്ട് സംഖ്യകളുടെ ലസാഗു 720 ഉസാഗു 60 ആണെങ്കിൽ ഒരു സംഖ്യ 180 തന്നിട്ടുണ്ടെങ്കിൽ സംഖ്യകളുടെ തുക എത്രയാണ്? അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്നതിനായിട്ട് രണ്ടാമത്തെ സംഖ്യ കണ്ടുപിടിക്കാം. LCM × GCF = ആണ് സംഖ്യകളുടെ ഗുണനഫലം. അതിൽ നിന്ന് നമുക്ക് ഒരു സംഖ്യ കണ്ടുപിടിക്കാൻ പറ്റും. അതേ രണ്ട് സംഖ്യ കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് 420. ആരതിയുടെ വയസ്സിൻ്റെ 5 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. 2 വർഷം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക 40 ആയാൽ അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? ആരതിയുടെ വയസ്സ് എക്സ് ആണ്, അമ്മയുടെ വയസ്സ് 5x ആണ്. 2 വർഷം കഴിയുമ്പോൾ +2 ചെയ്യാം. = 3 ആണ്, 40 ആണ്. അവിടെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം അമ്മയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി അല്ലേ. ഓക്കെ, തുക നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ശ്രേണി പൂർണ്ണമാക്കുക. FSB HUD JWF. ഇവിടെ നമ്മൾ +2 ആണ് ചെയ്യുന്നത്. FSB എന്ന് പറയുമ്പോൾ എഫിൽ നിന്ന് എച്ചിലേക്ക്, ഇവിടെ നമ്മൾ അടുത്തതിൽ എച്ച് നോക്കുകയാണെങ്കിൽ 2 ആണ് കൂടിയിരിക്കുന്നത്, അതുപോലെ 2 ആണ് കൂടി പോണത്. അപ്പോൾ നോക്കുമ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് വരാം. ഇനി വില കാണുക. ഓപ്ഷൻ ഡി ആണ് വരാം, 38 ആണ് വരാം. 4 × 5 + 14 + 8 - 36 = 90. താഴെ തന്നിട്ടുള്ള ശ്രേണി പൂർണ്ണമാക്കുക. ഓപ്ഷൻ എ ആണ് വരാം 131. 2:1 ആദ്യത്തെ സംഖ്യ 5 + 2:1 എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ 7 എന്നുള്ളത് കിട്ടും. നെക്സ്റ്റ് അടുത്ത സംഖ്യ എന്ന് പറയുമ്പോൾ 2² ചെയ്യണം. 7 + 2² ചെയ്യണം. പിന്നെ 11 + 2³ ചെയ്യണം. അങ്ങനെയാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ആദർശ ഒരു ക്യൂവിൽ മുന്നിൽ നിന്ന് 9-മതും പിന്നിൽ നിന്ന് 15-മതാണെങ്കിൽ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? അങ്ങനെ കണ്ടുപിടിക്കും. N = a + b - 1 ചെയ്യുമ്പോൾ ആൻസർ ഓപ്ഷൻ 23 കേട്ടോ. ഓപ്ഷൻ ബി ആണ് വരാം. നെക്സ്റ്റ് സമാനബന്ധം കണ്ടെത്തുക. ഫിസിക്സും ഇംഗ്ലീഷും തന്നിട്ടുണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. +2 - 2 എന്നുള്ളതിലായിരിക്കണം അത് പോകുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് വരാം. +2, അതായത് പി കഴിഞ്ഞിട്ട് QR അല്ലേ 2 കൂടുന്നത്. HF എന്ന് പറയുമ്പോൾ 2 കുറയാണ് ചെയ്യുന്നത്. താഴെ തന്നിട്ടുള്ള അക്ഷര ഗ്രൂപ്പുകളിൽ വ്യത്യസ്തമായത് ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് വരാം. BFJ ആണ് വരുന്നത്. ബിയും FJയും +4 ആണ് വരാം. ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ +3 ആണ്. DFG അല്ലേ, HIJ. ഓക്കെ, ഇനി താഴെ തന്നിട്ടുള്ള സംഖ്യകളുടെ അവയുടെ അക്കത്തുകയുടെ അടിസ്ഥാനത്തിൽ അവരോഹണ ക്രമത്തിൽ അടുക്കിയാൽ മൂന്നാമത് വരുന്ന സംഖ്യയുടെ മധ്യത്തിലെ അക്കം ഏത്? അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. 9 ആണ് വരാം. അതിൽ തന്നെ എല്ലാ സംഖ്യകളും കൂട്ടി നോക്കാം. കൂട്ടി നോക്കിയതിന് ശേഷം എന്ത് ചെയ്യണം? ഇവ അവരോഹണ ക്രമത്തിൽ എഴുതാം. എന്നിട്ട് നടുക്ക് വരുന്ന സംഖ്യ നോക്കാം അല്ലേ. എന്നിട്ട് അതിൽ മധ്യത്തിലാക്കാൻ നോക്കാം. ഒരു കോഡ് ഭാഷയിൽ നമുക്ക് നടുക്ക് അങ്ങനെ വരുന്നത് 467 ആവും വരാം. അപ്പോൾ അതാണ് 6 വന്നിട്ടുള്ളത്. 467 ആണ് വരാം. ഇതിൽ മധ്യത്തിലെ അക്കം എത്രയാണ്? 6 ആണ് അല്ലേ.
ഞാൻ നേരത്തെ ആൻസർ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട് കേട്ടോ. ഓപ്ഷൻ സി ആണ്, 6 അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓപ്ഷൻ സി ആണ് 6. ഒരു കോഡ് ഭാഷയിൽ ചെയറിനെ 39 എഴുതി ടേബിളിനെ എങ്ങനെ എഴുതാൻ പറ്റും? ആൻസർ ഓപ്ഷൻ എ ആണ്, 40 എന്നാണ് എഴുതുക. കാരണം ചെയർ എന്ന് പറയുമ്പോൾ ഓരോന്നിനെയും കറക്റ്റ് പേരില്ലേ, സിക്ക് 3, എച്ച് അങ്ങനെ കൂട്ടിയിട്ടുള്ളതാണ് 39. അപ്പോൾ ടേബിളിനെ കറക്റ്റ് നേരെ ഇട്ട് കൊടുത്താൽ മതി. ഓരോ ആൽഫബറ്റിന് നേരായിട്ടുള്ള വില ഇട്ട് കൊടുത്താൽ മതി. നെക്സ്റ്റ് 7 × 2 = 45. 8 × 6 28. അതിൽ 9 × 4 എത്രയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 65 ആണ് വരാം. 7 × 2 എന്ന് വെച്ചാൽ 7 + 2 × 7 - 2 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് 45 കിട്ടിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 8 + 6 × 8 - 6 ചെയ്തപ്പോഴാണ് 28 കിട്ടിയത്. അപ്പോൾ 9 + 4 × 9 - 4 ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഓപ്ഷൻ സി 65 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. കട്ട് ഓഫ് മാർക്ക് 76 ആണ്. എത്രയാണ് മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം.